കമ്പ്യൂട്ടർ മെമ്മറി പാർട്ട് 2. ഈ പാർട്ട് 2 നമ്മൾ കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയാണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ പ്രൈമറി മെമ്മറി നോക്കി. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു. ആ പ്രൈമറി മെമ്മറിയിൽ റോം റീഡ് ഒൺലി മെമ്മറി, അതേപോലെ റാം റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറി. Secondary memory is used for storing large quantities of data programs permanently. Primary memory ഇപ്പോൾ റോമും റാമും ഉണ്ട്. അതിൽ റോം നോൺ വോളറ്റൈൽ ആണെങ്കിലും യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് റാമിനാണ്. ആ റാം എന്നുള്ളത് വോളറ്റൈൽ ആണ് നമ്മൾ കണ്ടു. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് കംപ്ലീറ്റ് പോകും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാതെ ഒരുപാട് ഡാറ്റയൊക്കെ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഈ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ട് പോയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ഡാറ്റ അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെയാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അപ്പം ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റയും പ്രോഗ്രാംസും ഒക്കെ ലോങ് ഡ്യൂറേഷനിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ നഷ്ടപ്പെടത്തില്ല, അത് സേഫ് ആയിരിക്കും. When compared with primary memory, secondary memory is having low cost per bit storage. പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്താൽ നമുക്കറിയാം, പ്രൈമറി മെമ്മറി ആയിരുന്നാലും സെക്കൻഡറി മെമ്മറി ആയിരുന്നാലും കാഷ് മെമ്മറി ആയിരുന്നാലും അകത്ത് ഡേറ്റ ആയിരുന്നാലും ഇൻസ്ട്രക്ഷൻ ആയിരുന്നാലും പ്രോഗ്രാം ആയിരുന്നാലും ഇൻഫർമേഷൻ ആയിരുന്നാലും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് 0 and 1 അല്ലെങ്കിൽ ബൈനറി പാറ്റേണിലാണ്. ഇവിടെ ഒരു 0 അല്ലെങ്കിൽ ഒരു 1 നമ്മൾ ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റ് എന്ന് പറയുന്നത്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ട ഒരു ബിറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു ബിറ്റ് 0 ആയിരുന്നാലും 1 ആയിരുന്നാലും ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്താൽ പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി മെമ്മറിക്ക് ആ കോസ്റ്റ് പ്രൈമറി മെമ്മറിയെക്കാളും കുറവാണ്. അപ്പോൾ കോസ്റ്റ് നമ്മൾ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ പെർ ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ്, ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് നോക്കിയാൽ പ്രൈമറി മെമ്മറിയെക്കാളും കോസ്റ്റ് കുറവാണ് അല്ലെങ്കിൽ കോസ്റ്റ് ലോ ആണ് സെക്കൻഡറി മെമ്മറിക്ക്. സെക്കൻഡറി മെമ്മറി ഈസ് ഹാവിംഗ് ദി ഹയസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. സെക്കൻഡറി മെമ്മറി തന്നെ പല സെക്കൻഡറി മെമ്മറി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി മെമ്മറിയാണ് നമ്മളെ കമ്പ്യൂട്ടറിനകത്തെല്ലാം ഉള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബ്ലൂറേ ഡിസ്ക് ഉണ്ട്, CD റോം ഉണ്ട്, DVD ഉണ്ട്, നിങ്ങളുടെ പെൻ ഡ്രൈവ് ഉണ്ട്. അതൊക്കെ സെക്കൻഡറി മെമ്മറിയാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഹാർഡ് ഡിസ്കിനകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഒക്കെ ലോങ് ഡ്യൂറേഷനിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രൈമറി മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള റാം ആണ്. റാം ഇപ്പോൾ ടിപ്പിക്കൽ കമ്പ്യൂട്ടർ എടുത്താൽ റാമിന്റെ സൈസ് 4 GB റാം അല്ലെങ്കിൽ 8 GB റാം അല്ലെങ്കിൽ 16 GB റാം ഒക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പം ഒരു ഹാർഡ് ഡിസ്കിന്റെ സൈസ് GB റേഞ്ചും കടന്ന് TB റേഞ്ച് എന്ന് പറഞ്ഞാൽ ടെറാബൈറ്റ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടിപ്പിക്കൽ ഹാർഡ് ഡിസ്കിന് 1 TB അല്ലെങ്കിൽ അതിൽ കൂടുതലോ 2 TB ഒക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സെക്കൻഡറി മെമ്മറിക്ക് ഹയസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ഇപ്പം ഉള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ സെക്കൻഡറി മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഒക്കെ ലോങ് ഡ്യൂറേഷനിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. It is an offline memory because it is not directly addressable by the processor. A secondary memory നമ്മൾ ഓഫ്ലൈൻ മെമ്മറി എന്ന് പറയുന്നു. അതേസമയം പ്രൈമറി മെമ്മറി ഓൺലൈൻ മെമ്മറിയാണ്. കാരണം പ്രൈമറി മെമ്മറിന്ന് പ്രോസസ്സറിന് നേരിട്ട് എടുക്കാം, എന്നാൽ സെക്കൻഡറി മെമ്മറിന്ന് പ്രോസസ്സറിന് നേരിട്ട് എടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സെക്കൻഡറി മെമ്മറിയെ നമ്മൾ ഓഫ്ലൈൻ മെമ്മറി എന്ന് പറയുന്നത്. പ്രോസസ്സറിന് നേരിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. Secondary memory can be used as backup devices. ഇതാണ് സെക്കൻഡറി മെമ്മറിയുടെ വേറെ യൂസ്. ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ. ഡേറ്റ ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എൻവയറമെന്റ് ഡേറ്റ യൂസ് ചെയ്യുമ്പം
പലപ്പോഴും ഒരു കോപ്പി ഡാറ്റ മാത്രമേ ഉള്ളെങ്കിൽ അത് വളരെ റിസ്ക് കൂടുതലാണ്. എന്തെങ്കിലും കാരണവശാൽ ഹാർഡ് ഡിസ്കിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ ഒക്കെ കേട് വന്ന ആ ഡാറ്റ ലോസ് ആവും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഒന്നോ രണ്ടോ ഡാറ്റയുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ഒന്നോ രണ്ടോ കോപ്പീസ് എക്സ്ട്രാ എടുത്ത് വെക്കും. അങ്ങനെ എക്സ്ട്രാ എടുത്ത് വെക്കുന്ന കോപ്പീസിനെയാണ് നമ്മളിവിടെ ബാക്കിംഗ് അപ്പ്, ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡറി മെമ്മറിയുടെ ഒരു പ്രധാനപ്പെട്ട യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റ സേഫ്റ്റിക്ക് വേണ്ടി ബാക്കപ്പ് ചെയ്ത് വെക്കാനും നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യാറുണ്ട്. Programs and data files are stored in large capacity secondary storage devices and loaded into main memory as required. Programs and data file ഒക്കെ ലോങ് ഡ്യൂറേഷനിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യാം. പക്ഷെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് നേരിട്ട് പ്രോസസറിന് എടുത്ത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പ്രോസസറിന് നേരിട്ട് എടുത്ത് പ്രോസസ് ചെയ്യണമെങ്കിൽ ഇത് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടാവണം. കാരണം പ്രോസസറിന് നേരിട്ട് പ്രൈമറി മെമ്മറിയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ലോങ് ഡ്യൂറേഷനിൽ സേഫ് ആയിട്ട് ഡാറ്റയും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് ചെയ്യേണ്ട സമയത്ത് ആ കൺസേൺഡ് ഡാറ്റ അല്ലെങ്കിൽ കൺസേൺഡ് പ്രോഗ്രാംസിനെയൊക്കെ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ പ്രൈമറി മെമ്മറിയിലോട്ട് വെക്കും. അങ്ങനെ പ്രൈമറി മെമ്മറിയിലോട്ട് വെച്ച് കഴിയുമ്പോൾ പ്രോസസറിന് ആ പ്രൈമറി മെമ്മറി എടുക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. There are sequential access and random or direct access secondary storage devices. Secondary storage deviceൽ ഡാറ്റ എടുക്കുന്ന രീതി നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യുന്ന രീതി നോക്കിയാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് സീക്വൻഷ്യൽ ആക്സസ്, രണ്ട് റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ്. സീക്വൻഷ്യൽ ആക്സസ് ക്യാരക്ടറിസ്റ്റിക്സ് സീക്വൻഷ്യൽ ആക്സസ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പം നോക്കാൻ പോവുകയാണ്. സീക്വൻഷ്യൽ ആക്സസ് ക്യാരക്ടറിസ്റ്റിക്സ്, സീക്വൻഷ്യൽ ആക്സസ് അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. 1 2 3 4 5 6 എന്നുള്ള ഡേറ്റയുടെ ബ്ലോക്ക് ആണ് ഇരിക്കട്ടെ. ഇവിടെ ആദ്യം ഒന്നാമത്തെ ബ്ലോക്ക് ആക്സസ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക്, പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക്, പിന്നെ നാലാമത്തെ എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ബ്ലോക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ 1 2 3 4 കഴിഞ്ഞിട്ടേ അഞ്ചാമത്തെ ബ്ലോക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 5 കഴിഞ്ഞിട്ടേ 6 ആക്സസ് ചെയ്യാൻ പറ്റും. 6 കഴിഞ്ഞിട്ട് 7 ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അതിന് മുമ്പ് ഉള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിരിക്കണം. ഈ ഒരു മെക്കാനിസത്തിനാണ് നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ആയിട്ട് അപ്പോൾ 1 കഴിഞ്ഞിട്ട് 2, 2 കഴിഞ്ഞിട്ട് 3, 3 കഴിഞ്ഞിട്ട് 4 എത്താൻ പറ്റൂ, 4 കഴിഞ്ഞിട്ട് 5 എത്താൻ പറ്റൂ, 5 കഴിഞ്ഞിട്ട് 6 എത്താൻ പറ്റൂ, 6 കഴിഞ്ഞിട്ട് 7 എത്താൻ പറ്റൂ. In sequential access, the data that is stored in the media can be read in sequence, and to get at a particular point in the media, all the preceding points should be covered. Sequential access പറഞ്ഞാൽ ഡാറ്റ എപ്പോഴും ഒരു സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ് ആണെങ്കിൽ ഡാറ്റ എപ്പോഴും ഒരു സീക്വൻസ് ആയിട്ട് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മീഡിയയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തണമെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇവിടെ നാലാമത്തെ ബ്ലോക്കിൽ ഡാറ്റ എടുക്കണമെങ്കിൽ നേരിട്ട് സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ നേരിട്ട് നാലാമത്തെ ബ്ലോക്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. 1 2 3 കടന്ന് 4 മാത്രമേ എടുക്കാൻ പറ്റൂ. ഏഴാമത്തെ ബ്ലോക്കിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിന് മുമ്പുള്ള 1 മുതൽ 6 വരെ കടന്നതിന് ശേഷം മാത്രമേ എഴുതിയെടുക്കാൻ പറ്റൂ. ഈ പ്രോപ്പർട്ടി ഉള്ളതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ആക്സസ് ഈസ് സ്ലോ. അതുകൊണ്ട് തന്നെ സീക്വൻഷ്യൽ ആക്സസ് എന്നുള്ളത് സ്ലോ ആണ്. കാരണം നേരിട്ട് ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അത് എടുക്കുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അടുത്തത് റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ക്യാരക്ടറിസ്റ്റിക്സ്. റാൻഡം ഓർ ഡയറക്റ്റ് ആക്സസ് അതിന്റെ പിക്ചറാണിത്. ഇവിടെ ഡാറ്റ ബ്ലോക്ക് 1 3 7 2 8 6 7 4 5 ഉണ്ട്. ഇവിടെ ഏതിൽ നിന്ന് ഏതിലോട്ട് വേണമെങ്കിലും പോവാം. കാരണം ഇവിടെ ആരോ സീക്വൻസ് കാണിച്ചു 1 നിന്ന് 2, 2 നിന്ന് 3 അങ്ങനെ. ഇവിടെ ഏതിൽ നിന്ന് ഇപ്പം 3 ആദ്യമായിട്ട് എടുക്കണമെങ്കിൽ നേരിട്ട് 3 എടുക്കാം, 2 എടുക്കണമെങ്കിൽ നേരിട്ട് 2 എടുക്കാം. ഡേറ്റ തന്നെ അതുകൊണ്ട് ജമ്പിൾ ചെയ്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഡേറ്റ ബ്ലോക്സ് സീക്വൻഷ്യൽ ആയിട്ടല്ല. അപ്പൊ സീക്വൻഷ്യൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1 നിന്ന് 2, 2 നിന്ന് 3, 3 നിന്ന് ജമ്പ് ചെയ്ത് 4, 4 നിന്ന് ജമ്പ് ചെയ്ത് 5, 5 നിന്ന് ജമ്പ് ചെയ്ത് 6, 6 നിന്ന് ജമ്പ് ചെയ്ത് 7 അങ്ങനെ പോയിട്ട് 7 നിന്ന് ജമ്പ് ചെയ്ത് എൻഡ്.
പക്ഷെ ഇവിടെ നേരിട്ട് നമുക്ക് ഡാറ്റ എടുക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ്. മറ്റത് ലെഫ്റ്റ് റൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4 ആയിരുന്നു സീക്വൻഷ്യൽ ആക്സസിന്. ഇവിടെ എങ്ങനെ റാൻഡം ആണ്. 1 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞ് 7, 7 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 8, 8 കഴിഞ്ഞ് ഈ എക്സാമ്പിളിൽ 6, അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 5. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഓർഡർ ഇല്ല റാൻഡം. ഇവിടെ റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ്. In random or direct access, any location can be selected at random. That means access is direct. Random അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസിൽ ഏത് ലൊക്കേഷൻ നമുക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. Any location can be directly accessed without covering all the preceding points. സീക്വൻഷ്യൽ ആക്സസിൽ അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തണമെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പോയിന്റും കടന്നതിന് ശേഷം മാത്രമേ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരിട്ട് ആക്സസ് ചെയ്യാം. നേരിട്ട് ആക്സസ് ചെയ്യാം. അല്ലാതെ അതിന് മുന്നിലുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്യണം എന്ന് ഇവിടെ ഇല്ല. In random access, approximate equal access time is required at each location. റാൻഡം ആക്സസിൽ ഏത് ലൊക്കേഷൻ ഏതാണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരേ സമയമാണ് എടുക്കുന്നത്. അതേസമയം സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ആദ്യമേ എടുക്കാം. സെക്കൻഡ് ലൊക്കേഷൻ ഫസ്റ്റ് എടുത്തതിന് ശേഷം സെക്കൻഡ് എടുക്കാൻ പറ്റൂ. തേർഡ് ആണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും എടുത്തതിന് ശേഷം മാത്രമേ തേർഡ് എടുക്കാൻ പറ്റുള്ളൂ സീക്വൻഷ്യല്. അപ്പൊ അവിടെ എല്ലാ ലൊക്കേഷനും ഈക്വൽ ആക്സസ് ടൈം അല്ല. വലത്തോട്ട് പോകുമ്പോൾ ആക്സസ് ടൈം കൂടുമായിരുന്നു. ഇവിടെ റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് അങ്ങനെയല്ല. ഏത് ലൊക്കേഷനിലും എടുക്കാൻ വേണ്ടി അപ്രോക്സിമേറ്റ് ഏതാണ്ട് ഈക്വൽ ആക്സസ് ടൈം ആണ് ഉള്ളത്. റാൻഡം ആക്സസ് ഇസ് ഫാസ്റ്റർ ദാൻ സീക്വൻഷ്യൽ ആക്സസ്. അതുകൊണ്ട് തന്നെ സീക്വൻഷ്യൽ ആക്സസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാൻഡം ആക്സസ് ഫാസ്റ്റ് ആണ്. ഇനി ഈ സീക്വൻഷ്യൽ റാൻഡമായിട്ട് ഡാറ്റ എടുക്കുന്നതിന് വേറൊരു ഒരു പിക്ചർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ്. ആക്സസ് കമ്പാരിസൺ ബിറ്റ്വീൻ സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ഓർ ഡയറക്റ്റ്. ഇവിടെ 3 എലിമെന്റ്സ് ഉണ്ട്. 1, 2, 3, 4, 5. With sequential access, elements 1, 2, 3 must be processed before element 4 can be processed. സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ ഇവിടെ 4ൽ എത്തണമെങ്കിൽ 1ഉം 2ഉം 3ഉം കടന്നേ 4th എത്താൻ പറ്റൂ സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആക്സസിൽ 4th എലിമെന്റ് എത്തണമെങ്കിൽ ഫസ്റ്റ് എലിമെന്റും സെക്കൻഡ് എലിമെന്റും തേർഡ് എലിമെന്റും കവർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ 3 എലിമെന്റും പാസ് ചെയ്യണം. അതേസമയം ഡയറക്റ്റ് ആക്സസ് അല്ലെങ്കിൽ റാൻഡം ആക്സസ് ആണെങ്കിൽ വിത്ത് ഡയറക്റ്റ് ആക്സസ് എലിമെന്റ് 4 in the list can be accessed without having to process the elements before it. ഡയറക്റ്റ് ആക്സസ് ആണെങ്കിൽ നേരിട്ട് 4th എലിമെന്റിലോട്ട് പോവാം. അല്ലാതെ 1ലോട്ടും 2ലോട്ടും 3ലോട്ടും പോവേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ 4ന് മുമ്പിലാണ് 1, 2ഉം 3ഉം. അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. അപ്പൊ ഡയറക്റ്റ് ആക്സസ് ആണെങ്കിൽ കണ്ട പേരിൽ അറിയാം ഡയറക്റ്റ് ആക്സസ്. അത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ ഒരു ലൊക്കേഷനിൽ പോകണമെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പോയിന്റും കവർ ചെയ്തതിന് ശേഷമേ പോകാൻ പറ്റൂ. ഡയറക്റ്റ് ആക്സസിൽ നേരിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ ഓരോ ഡിവൈസ് ആയിട്ട് നോക്കുകയാണ്. അതിനാദ്യം മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഈ ക്ലാസ്സിൽ magnetic storage devices uses magnetic principle for storing data in binary form. സെക്കൻഡറി മെമ്മറി അല്ല ഏത് മെമ്മറി ആയിരുന്നാലും, പ്രൈമറി മെമ്മറി ആയിരുന്നാലും സെക്കൻഡറി മെമ്മറി ആയിരുന്നാലും ക്യാഷ് മെമ്മറി ആയിരുന്നാലും അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോമിലാണ്. ബൈനറി ഫോം വെച്ചാൽ 0ഉം 1ഉം ആണ്. ഇവിടെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിൽ ഈ ബൈനറി ഫോമിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് മാൻസ്. ഒരു എക്സാമ്പിളിൽ ഇപ്പൊ ബൈനറിയിൽ 0ഉം 1ഉം ഉണ്ട്. ഇപ്പൊ 0 എന്നുള്ളത് ആബ്സെൻസ് ഓഫ് മാൻസ് ആണെങ്കിൽ 1 എന്നുള്ളത് പ്രസൻസ് ഓഫ് മാൻസ് എടുക്കാം. അതിന് നമുക്ക് മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയാം. നേരെ തിരിച്ചു പോവാം. 1 എന്നുള്ളത് ആബ്സെൻസ് ഓഫ് ബൈനറി 1 എന്നുള്ളത് ആബ്സെൻസ് ഓഫ് മാൻസ് ആണെങ്കിൽ ബൈനറി 0 എന്നുള്ളത് പ്രസൻസ് ഓഫ് മാൻസ് ആയിട്ട് എടുക്കാം. ഇതിലേതെങ്കിലും ഒരു സ്റ്റാറ്റസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇപ്പൊ സപ്പോസ് ബൈനറി 0 എന്നുള്ളത് മാഗ്നറ്റിക് നോൺ മാഗ്നറ്റിക്കും ബൈനറി 1 മാഗ്നറ്റിക് ആണെങ്കിൽ ഈ എവിടെയൊക്കെ മാഗ്നറ്റിക് ആണ് അവിടെയൊക്കെ 1, എവിടെയൊക്കെ മാഗ്നറ്റിക് അല്ല അവിടെയൊക്കെ 0. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. If the presence of magnetism is treated as binary 0, then the absence of magnetism can be treated as binary 1. ഇത് ഇങ്ങനെയാവാം തിരിച്ചു ആവാം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ അവിടെ ബൈനറി 0 ആയിട്ട് എടുത്താൽ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ അവിടെ ബൈനറി 1 ആയിട്ട് എടുക്കും. അപ്പോൾ മാഗ്നറ്റിസം ഉണ്ടോ ഇല്ല, ഇപ്പൊ ഈ എക്സാമ്പിളിലാണെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ മാഗ്നറ്റിസം ഉണ്ടോ അവിടെയൊക്കെ ബൈനറി 0 സ്റ്റോർ ചെയ്യുന്നതായിട്ട് പറയും, എവിടെയൊക്കെ മാഗ്നറ്റിസം ഇല്ല അവിടെയൊക്കെ ബൈനറി 1 സ്റ്റോർ ചെയ്യുന്നതായിട്ട് പറയും. Another way to use magnetic technology is by using polarity. ഇതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഈ ബൈനറി റെപ്രസെന്റേഷൻ നടത്താം, പൊളാരിറ്റി വെച്ചിട്ട്. If NS north south and south represents binary 0, then SN south north represents binary 1. നിങ്ങൾക്കറിയാം ഏത് മാഗ്നറ്റിക് എടുത്താലും അതിന് പോൾസ് ഉണ്ട്, നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. അതിലിപ്പം NS ഇടതുവശത്ത് നോർത്ത് പോളും വലതുവശത്ത് സൗത്ത് പോളും ആണ് ബൈനറി 0 എങ്കിൽ, നേരെ തിരിച്ച് SN ഇടതുവശത്ത് സൗത്ത് പോളും വലതുവശത്ത് നോർത്ത് പോളും വന്നാൽ അത് ബൈനറി 1 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിസം ഇല്ല, എല്ലാ ഏരിയയും എല്ലാ സ്പോട്ട് മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. അതില് പോൾസിന്റെ ഡയറക്ഷൻ വെച്ച് NS ആണോ SN ആണോ, NS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് നോർത്ത് റൈറ്റ് സൈഡില് സൗത്ത്, SN എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് സൗത്ത് റൈറ്റ് സൈഡില് നോർത്ത്, അത് വെച്ച് നമുക്ക് ബൈനറി 0 ആണോ ഒന്നാണോ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പം ഈ രണ്ട് പ്രിൻസിപ്പിളിൽ ഏതെങ്കിലും പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. The various magnetic storage devices are magnetic tapes and magnetic disks. ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് പ്രിൻസിപ്പിൾ ഒക്കെ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സെക്കൻഡറി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിൽ മാഗ്നറ്റിക് ടേപ്പും ആവാം മാഗ്നറ്റിക് ഡിസ്കും ആവാം. നമ്മളിപ്പോ ആദ്യം നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് ഇതാണ് ഒരു മാഗ്നറ്റിക് ടേപ്പിന്റെ പടം. പണ്ട് കാലത്ത് പ്രത്യേകിച്ച് മിനി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉള്ളപ്പം ഈ മാഗ്നറ്റിക് ടേപ്പ് നമ്മൾ വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ടേപ്പ് ആർ സീക്വൻഷ്യൽ സ്റ്റോറേജ് ഡിവൈസസ്. കാരണം ടേപ്പ് സീക്വൻഷ്യൽ ഡിവൈസ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റ് എത്തണമെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പോയിന്റ്സും കടന്നിട്ടേ ആ പോയിന്റ് എത്താൻ പറ്റൂ. അതുകൊണ്ട് മാഗ്നറ്റിക് ടേപ്പ് എന്നുള്ളത് ഒരു സീക്വൻഷ്യൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. It is a plastic ribbon having the width of 1/2 inch and coated with iron oxide. അതൊരു പ്ലാസ്റ്റിക് റിബൺ ആണ്, ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ഒരു പ്ലാസ്റ്റിക് റിബൺ ആണ്. അതില് അയൺ ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ഈസ് യൂസ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിസം അല്ലെങ്കിൽ പൊളാരിറ്റി, ഇതിൽ ഏതെങ്കിലും പ്രിൻസിപ്പിൾ യൂസ് ചെയ്തത്. മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ് ഇതിനകത്ത് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. It is suitable for massive data storage and it is also cheap. വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ മിനി കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ കാലഘട്ടത്തിൽ വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് ടേപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അതേപോലെ വിലയും കുറവായിരുന്നു. ഈ മാഗ്നറ്റിക് ടേപ്പിന് വിലയും കുറവായിരുന്നു. ടേപ്പ് ഡെൻസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബൈറ്റ്സ് പെർ ഇഞ്ച്. ഒരു ടേപ്പിൽ എത്രമാത്രം, ഒരു മാഗ്നറ്റിക് ടേപ്പിൽ എത്രമാത്രം സ്റ്റോർ ചെയ്യാന്നുള്ളത് ഈ ഒരു പാരാമീറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു. BPI ബൈറ്റ്സ് പെർ ഇഞ്ച്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് വീതിയും 1 ഇഞ്ച് നീളമുള്ള ഒരു ഏരിയ എടുത്താൽ, ആ റെക്ടാങ്കിൾ എടുത്താൽ, ആ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ എത്ര ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാം? 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. എത്ര ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാം അതനുസരിച്ചാണ് നമ്മൾ ടേപ്പ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. അതിന് നമ്മൾ ബൈറ്റ്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ BPI എന്ന് പറയും. Typical tape densities are 556 BPI, 800 BPI, 1600 BPI, 6200 BPI, etc. പല ടേപ്പ് ഡെൻസിറ്റിയിൽ 556 BPI, 800 BPI, 1600 BPI, 6200 BPI, അങ്ങനെ വ്യത്യസ്തമായ ടേപ്പ് ഡെൻസിറ്റി ഫോർമാറ്റിൽ മാഗ്നറ്റിക് ടേപ്പ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ടേപ്സ് ആർ കോമൺലി യൂസ്ഡ് ആസ് ബാക്കപ്പ് ഡിവൈസസ്. നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കാനും അന്നത്തെ കാലത്ത് എക്സ്റ്റെൻസീവ് ആയിട്ട് മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുമായിരുന്നു.
It is also used for data transportation. അതുകൂടാതെ ഡേറ്റ പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യായിരുന്നു. ഒരു പ്രത്യേക കാറ്റഗറിപ്പെട്ട മാഗ്നറ്റിക് ടേപ്പ് ആണ് DAT, ഡിജിറ്റൽ ഓഡിയോ ടേപ്പ്. സോണി ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമാറ്റ് ആണ് ഡിജിറ്റൽ ഓഡിയോ ടേപ്പ്. 1980s സോണി ഈ ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്തത്. That was developed by Sony in mid-1980s. 1980 മധ്യകാലഘട്ടത്തിലാണ് ജപ്പാനിലെ സോണി കോർപ്പറേഷൻ ഈ ഡിജിറ്റൽ ഓഡിയോ ടേപ്പ് എന്ന് പറഞ്ഞ ടേപ്പ് ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്തത്. It is a 4 mm magnetic tape that is used for digital recording. അതിന്റെ വീതി 4 mm ആയിരുന്നു, റേഞ്ച് എല്ലായിരുന്നു 4 mm. അത് വെച്ച് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. It can store 2 to 24 gigabytes of data. മാഗ്നറ്റിക് ടേപ്പിന് 2 GB മുതൽ 24 GB. ആ കാലഘട്ടത്തിലൊക്കെ 2 GB മുതൽ 24 GB എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ ആയിരുന്നു. ആ 2 to 24 gigabytes ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ടേപ്പിന് പറ്റും. ഈ ഡിജിറ്റൽ ഓഡിയോ ടേപ്പിന് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ഡിജിറ്റൽ ഓഡിയോ ടേപ്പ് ഈസ് 2 million bytes per second. അതേപോലെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് 2 million bytes per second, 2 million bytes per second ആണ് ഇതിലെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഡിജിറ്റൽ ലീനിയർ ടേപ്പ്, ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത വേറൊരു ഫോർമാറ്റ് ആണ് ഡിജിറ്റൽ ലീനിയർ ടേപ്പ്. DLT is a technology developed by Digital Equipment Corporation. Digital Equipment Corporation എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് ഡിജിറ്റൽ ലീനിയർ ടേപ്പ്. It is a type of data that is used for storing massive quantity of data. Huge quantity അല്ലെങ്കിൽ massive quantity of data സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഡിജിറ്റൽ ലീനിയർ ടേപ്പ് യൂസ് ചെയ്യാം. അത് ബേസിക്കലി ഡിജിറ്റൽ ഓഡിയോ ടേപ്പിന്റെ ഒരു വകഭേദമായിരുന്നു. നെക്സ്റ്റ് മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്ക് ഓർ ഹാർഡ് ഡിസ്ക് ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി സ്റ്റോറേജ് ആണ് ഹാർഡ് ഡിസ്ക്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറും ബാക്കിയുള്ള ഡേറ്റയൊക്കെ ഡേറ്റാബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് മാഗ്നറ്റിക് ഡിസ്ക് തന്നെയാണ്. അപ്പൊ രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കൺവെൻഷനൽ ആയിട്ട് പറയാം, മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദി ഇൻസൈഡ് ഓഫ് ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്കിന്റെ ഇൻസൈഡ് ഭാഗം നോക്കാം. ഇതാണ് ഹാർഡ് ഡിസ്കിന്റെ ഇൻസൈഡ്. ഒരു വെർട്ടിക്കൽ റോഡ് ഉണ്ട്. ആ വെർട്ടിക്കൽ റോഡ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയും. ആ സ്പിൻഡില് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഡിസ്ക് അടുക്കി വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് ഡിസ്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഡിസ്കിന് നമ്മൾ പ്ലാറ്റർ എന്ന് പറയും. ഓരോ ഡിസ്കിലും ട്രാക്കും ഉണ്ട്, സെക്ടറും ഉണ്ട്. ആ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് കാണുന്നതാണ് ട്രാക്ക്. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് സെക്ടർ. പിന്നെ ഒരു പർട്ടിക്കുലർ ട്രാക്ക്, എല്ലാ ഡിസ്കിലെയും ഒരു പർട്ടിക്കുലർ ട്രാക്ക് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ നോക്കുമ്പം കിട്ടുന്ന ഒരു വിഷ്വൽ അപ്പിയറൻസിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇവിടെയും ഈ ഹാർഡ് ഡിസ്ക് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. മൂവിംഗ് ഹെഡും ഉണ്ട്, ഫിക്സഡ് ഹെഡും ഉണ്ട്. ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക് ആണ്. എന്നുവെച്ചാൽ ഒരു ഡിസ്ക് സർഫസിൽ ഒരു റീഡ് റൈറ്റ് ഹെഡ്. ആ റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്താണ് നമ്മൾ ഹാർഡ് ഡിസ്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യണതും അതേപോലെ ന്യൂ ഡാറ്റ ഈ ഹാർഡ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതും. റീഡ് റൈറ്റ് ഹെഡ്, എല്ലാ റീഡ് റൈറ്റ് ഹെഡും കൂടെ ഒരു ആം അസംബ്ലി അല്ലെങ്കിൽ ആം ആക്ച്വേറ്റർ എന്നൊക്കെ പറയും. അതിൽ കോമൺ ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെർട്ടിക്കൽ റോഡ് ഉണ്ട് സ്പിൻഡില്. അത് മിക്കവാറും കേസിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ആ സ്പിൻഡിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഡിസ്കിനെയാണ് പാലറ്റ് എന്ന് പറയുന്നത്. ആ ഡിസ്കിൽ ഓരോ ഡിസ്കിലും താഴെ മുകളിലായിട്ട് ഒരുപാട് കോൺസെൻട്രിക് ആയിട്ടുള്ള ട്രാക്സ് ഉണ്ട്. ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ട്. ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസിനെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. ആ ട്രാക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസ്കിലെയും ഒരു പർട്ടിക്കുലർ ട്രാക്ക്, അതാണ് ട്രാക്ക് ടി എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു വ്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. റീഡ് റൈറ്റ് ഹെഡ് ഒരു ആം അസംബ്ലിയിൽ വെച്ചിരിക്കുന്നു. മൂവിംഗ് ഹെഡ് ആണെങ്കിൽ ഒരു ഡിസ്ക് സർഫസിൽ ഒരു റീഡർ ഹെഡ് കാണും.
അങ്ങനെ താഴെ മുകളിലും ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും ഓരോ റീഡർ ഹെഡ് കാണും. എന്ന് വെച്ചാൽ ഒരു ഡിസ്കിന് താഴെയും മുകളിലുമായിട്ട് 2 റീഡർ ഹെഡ് വീതം കാണും. അത് ഒരു ആം അസംബ്ലിയിൽ ഘടിപ്പിച്ചിരിക്കും. ഇതാണ് ഒരു ഹാർഡ് ഡിസ്കിന്റെ ഇന്റേണൽ ആർക്കിടെക്ചർ. A magnetic disk is a circular plate constructed of metal or plastic coated with magnetized material. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ സർക്കുലർ പ്ലേറ്റ് ആണ്. അത് പ്ലാസ്റ്റിക്കോ മെറ്റലോ കോട്ട്, അത് മാഗ്നറ്റിക് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്താലേ ടെക്നോളജി വർക്ക് ചെയ്യത്തുള്ളൂ. Often both sides of the disk are used and several disks can be mounted one above the other on a spindle with read write head available on each surface. ഡിസ്കിന്റെ ഓരോ ഡിസ്കിന്റെ ബോ സർഫസ് സാധാരണ ഇത് യൂസ് ചെയ്യും. അങ്ങനെ ഒന്നിൽ മുകളിൽ ഒന്നായിട്ട് പല ഡിസ്ക് മൗണ്ട് ചെയ്തിരിക്കും, ഒരു സ്പിൻഡിലും മൗണ്ട് ചെയ്തിരിക്കും. ഓരോ ഡിസ്ക് സർഫസിനും ഓരോ റീഡ് റൈറ്റ് ഹെഡ് കാണും. റീഡും റൈറ്റും ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നത്. All disks rotate at high speed and are not stopped for access purpose. അതാണ് ഹാർഡ് ഡിസ്കിന്റെ പ്രത്യേകത. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് മുതൽ ഓഫ് ചെയ്യുന്നവരെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ റീഡ് റൈറ്റും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ റീഡും റൈറ്റും ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് ബിറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് സർഫസ്. ഈ മാഗ്നറ്റിക് സർഫസിൽ ബിറ്റിന്റെ ഫോമിൽ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. The disk rotates in the same direction and the same speed. Disk same direction, same speed rotate. Information is stored along concentric circles called track. ഓരോ ഡിസ്കിലും കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ട്. ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസിനെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. The tracks are further divided into sections called sectors. ആ ട്രാക്കിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സെക്ടർ എന്ന് പറയും. ഇതാണ് ട്രാക്ക് സെക്ടറും കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. ആ കോൺസെൻട്രിക് സർക്കിൾസ് ട്രാക്ക്, അതിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സെക്ടർ. അപ്പൊ ഇവിടെ ആ യെല്ലോ, ഡാർക്ക് യെല്ലോ കാണിച്ചിരിക്കുന്നത് ട്രാക്ക്, ആ ലൈറ്റ് യെല്ലോ കാണിച്ചിരിക്കുന്നത് സെക്ടർ. A set of corresponding track in all the surface is called a cylinder. ഒരു ട്രാക്ക്, എല്ലാ ഡിസ്കിലെയും ഒരു ട്രാക്കിന് മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് നമുക്ക് ഒരു സിലിണ്ടറിന്റെ വ്യൂ കിട്ടും. ഹാർഡ് ഡിസ്ക് ആണ് സ്റ്റാക്ക് ഓഫ് ഡിസ്ക് ആണ് കോമൺ സ്പിൻഡിൽ. എല്ലാ ഡിസ്കും ഒരു കോമൺ സ്പിൻഡിൽ ആണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈച്ച് ഡിസ്ക് സർഫസ് കോട്ട് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓരോന്നിനും മാഗ്നറ്റിക് മെറ്റീരിയൽ, ഓരോ ഡിസ്ക് സർഫസും മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ഈച്ച് ഓഫ് ദി റെക്കോർഡിംഗ് സർഫസ് ദർ ഇസ് റീഡർ ഹെഡ്. ഓരോ സർഫസിനും റീഡർ ഹെഡ് ഉണ്ട്. A set of reader head joined to a common arm is called a head actuator or arm assembly. റീഡർ ഹെഡ് കൂടെ ഒരു കോമൺ ആമിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്നുകിൽ ഹെഡ് ആക്ടിവേറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആം അസംബ്ലി എന്ന് വിളിക്കാം. The head actuator pushes the reader head across the surface of the spinning disk. ആ സ്പിന്നിംഗ് ഡിസ്കിന്റെ സർഫസിൽ അക്രോസ് ആയിട്ട് പുഷ് ചെയ്യും. The disk pack rotates at high speed weighing from 3600 rpm to 7200 rpm. 3600 rpm മുതൽ 7200 rpm വരെ റൊട്ടേഷൻ സ്പീഡ് ചെയ്യും. അപ്പം 3600 rpm എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് 60 പ്രാവശ്യം, 7200 ഒരു സെക്കൻഡ് 120 പ്രാവശ്യം ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യും. The speed of rotation causes the reader head to float above the surface. എന്നുവെച്ചാൽ ഒരു എയറോഡൈനാമിക് പ്രിൻസിപ്പിൾ വെച്ച് എയർ കുഷൻ ഡെവലപ്പ് ചെയ്യും. ആ എയർ കുഷൻ റീഡർ ഹെഡിനെ സർഫസ് ടച്ച് ചെയ്യാതെ അവിടെ പൊക്കി നിർത്തും. ആണ് the speed of rotation causes the read write head to float above the surface. As the hard disk stores data on a microscopic scale, the read write head must be extremely close to the surface of the disk to ensure that it reads the data accurately. അപ്പോൾ ഇവിടെ നമ്മൾ എയർ കുഷൻ ഇത്രയും ഹൈ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് ഓരോ ഡിസ്ക് സർഫസിലും എയർ കുഷൻ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു. എയർ കുഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഹെഡും ഡിസ്കും തമ്മിൽ ഫിസിക്കലി ടച്ച് ചെയ്യത്തില്ല. ശരിക്കും ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്താൽ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഫ്രിക്ഷൻ കാരണം ഡിസ്ക് ഡാമേജ് ആവും. ഒരു ഗ്യാപ്പ് വേണം. പക്ഷെ ആ ഗ്യാപ്പ് വളരെ ചെറിയ ഗ്യാപ്പ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഡേറ്റ സക്സസ്ഫുൾ ആയിട്ട് റീഡും റൈറ്റും ഇവിടെ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. There are two types of hard disk. മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഫിക്സഡ് ഹെഡ് ഹാർഡ് ഡിസ്ക് ഉണ്ട്. രണ്ട് തരം ഹാർഡ് ഡിസ്ക് ഉണ്ട്. മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഫിക്സഡ് ഹെഡ് ഹാർഡ് ഡിസ്ക് ഉണ്ട്. മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക്
ഒരു ഡിസ്ക് സർഫസിൽ ഒരു റീഡർ ഹെഡേ കാണും. അപ്പം ഇപ്പോൾ ഒരു 100 ട്രാക്ക് ഉണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ട്രാക്കിന് ട്രാക്ക് 0 എന്ന് പറയും. റീഡർ ഹെഡ് 0 ട്രാക്ക് മുതൽ 100ാമത്തെ ട്രാക്ക് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യണം. മൂവിംഗ് ഹാർഡ് ഡിസ്ക്, മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക്, ഈച്ച് ഡിസ്ക് സർഫസ് ഈസ് ഹാവിംഗ് ഓൺലി എ സിംഗിൾ ഹെഡ്. അവിടെ ഓരോ ഡിസ്കസിന് ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഹെഡ് വിൽ മൂവ് ടു ആൻഡ് ഫ്രോ. ആ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. The storage capacity of hard disk drive are in the range of terabytes. ഈ മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക് ആണ്. അതിന്റെ സൈസ് ഏതാണ് ടെറാബൈറ്റ് വരും. അപ്പോൾ ഒരു ഡിസ്ക് സർഫസിൽ ഒരു ഹെഡ്, അത് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഹെഡ് മൂവ് ചെയ്യും, അതുകൊണ്ടാണ് മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്ക്. ഇനി ഫിക്സഡ് ഹെഡ് ഹാർഡ് ഡിസ്ക്. ഓരോ ട്രാക്കിനും ഓരോ ഹെഡ് ഉണ്ട്. ഓരോ ട്രാക്കിനും ഓരോ ഹെഡ് ഉണ്ട്. ഇൻ ഫിക്സഡ് ഹെഡ്, ഹെഡ് ഈസ് നോട്ട് മൂവിങ്. ഓരോ ട്രാക്കിനും ഓരോ ഹെഡ് ഉള്ളതുകൊണ്ട് തന്നെ ഹെഡ് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഹെഡ് മൂവ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഫിക്സഡ് ഹെഡ് എന്ന് പറയുന്നത്. ഈച്ച് ട്രാക്ക് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ ഹെഡ്. ഓരോ ട്രാക്കിനും അതിൻ്റെതായിട്ടുള്ള ഹെഡ് ഉണ്ട്. ഡ്യൂ ടു ദി സ്പേസ് റിക്വയർഡ് ഫോർ അഡീഷണൽ റീഡ് റൈറ്റ് ഹെഡ്, ഫിക്സഡ് ഡിസ്ക് ഹാവ് ലെസ് കപ്പാസിറ്റി ആൻഡ് മോർ കോസ്റ്റ് പെർ ബൈറ്റ് ദാൻ മൂവിംഗ് ഹെഡ് ഡിസ്ക്. അപ്പം അവിടെ ഡിസ്ക് സ്പേസ് അഡീഷണൽ ആയിട്ട് റീഡ് റൈറ്റ് ഹെഡ് വെക്കാനുള്ള ഡിസ്ക് സ്പേസ് ഉള്ളത് കാരണം മൂവിംഗ് ഹെഡിന് അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി ഫിക്സഡ് ഹെഡിന് കാണത്തില്ല. അതേപോലെ കോസ്റ്റ് വൈസ് നോക്കിയാലും കോസ്റ്റ് പെർ ബൈറ്റ് മൂവിംഗ് ഹെഡ് ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫിക്സഡ് ഹെഡ് ഹാർഡ് ഡിസ്കിന് കോസ്റ്റ് പെർ ബൈറ്റ് കൂടുതലാണ്. ഇതാണ് മാഗ്നറ്റിക് ഡിസ്ക് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് ഇപ്പം ഫ്ലോപ്പി ഡിസ്ക് ശരിക്കും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയി എന്നാൽ പറയാം. ഫ്ലോപ്പി ഡിസ്ക് ഹിസ്റ്ററി നോക്കിയാൽ 3 തരം ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. 8 ഇഞ്ച് കപ്പാസിറ്റിയിൽ ഉണ്ടായിരുന്നു, 5.25 ഇഞ്ച് കപ്പാസിറ്റിയിൽ ഉണ്ടായിരുന്നു, 3.5 ഇഞ്ച് കപ്പാസിറ്റിയിലുണ്ട്. അപ്പം ഈ 3 സൈസിൽ ഫ്ലോപ്പി ഡിസ്ക് അവൈലബിൾ ആയിരുന്നു. ആദ്യം ഇറങ്ങിയത് 8 ഇഞ്ച്, പിന്നെ 5.25 ഇഞ്ച്, പിന്നെ 3.5 ഇഞ്ച്. A floppy disk is a single plastic disk in a plastic jacket. ഒരു പ്ലാസ്റ്റിക് ജാക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡിസ്കിനെയാണ് നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോപ്പി ബിക്കോസ് ഇറ്റ് ഈസ് ഫിസിക്കലി ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ട്രാൻസ്പോർട്ടബിൾ. ആ ഫ്ലോപ്പി ഡിസ്ക് 3.5 ഇഞ്ച് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാക്കറ്റ് ഹാർഡാണ്, പക്ഷെ അതിനകത്തുള്ള ആ ഫ്ലോപ്പി വളരെ ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ പ്രത്യേകിച്ച് 3.5 ഇഞ്ചൊക്കെ ആയപ്പോൾ സൈസ് വളരെ ചെറുതാണ്. അപ്പം അക്കാലത്തിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ നെറ്റ്വർക്ക് ഒന്നും അധികം പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഡാറ്റ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിരുന്നു. അതിനു വേണ്ടിയൊക്കെ നമ്മൾ അക്കാലത്ത് ഫ്ലോപ്പി യൂസ് ചെയ്യുമായിരുന്നു. ഇറ്റ് റൊട്ടേറ്റ്സ് വിത്തിൻ ദ പെർമനന്റ് ജാക്കറ്റ് അറ്റ് 300 ഓർ 600 RPM. ഇതിനകത്ത് 300 RPM മുതൽ 600 RPM. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ റൊട്ടേഷണൽ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോപ്പി ഡിസ്കിന്റെ റൊട്ടേഷണൽ സ്പീഡ് വളരെ കുറവായിരുന്നു. 300 മുതൽ 600 RPM വരെ സ്പീഡിൽ ഈ പ്ലാസ്റ്റിക് ജാക്കറ്റിനകത്ത് ഇരുന്ന് നമ്മൾ ഈ ഫ്ലോപ്പി ഡിസ്ക് ഫ്ലോപ്പി ഡ്രൈവിലിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് കറങ്ങുമായിരുന്നു. ആക്സസ് സ്ലോട്ട് ഫോർ റീഡർ ഹെഡ് ആർ ലൊക്കേറ്റഡ് ഓൺ ഐദർ സൈഡ്. ഈ ഫ്ലോപ്പി ഡിസ്കിൽ റീഡും റൈറ്റും ചെയ്യാനൊക്കെ ഒരുപാട് ആക്സസ് സ്ലോട്ട് ഉണ്ട്. ആക്സസ് സ്ലോട്ടിൽ കൂടെയാണ് റീഡും റൈറ്റും ഒക്കെ ചെയ്യുന്നത്. ഫ്ലോപ്പി ഡിസ്ക് ഹാവ് ദി ഫെസിലിറ്റി ഓഫ് റൈറ്റ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഏതെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ആക്സിഡന്റൽ ആയിട്ട് ഇറേസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി റൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ റൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഫ്ലോപ്പി ഡിസ്കിനകത്ത് ഉണ്ടായിരുന്നു. ദി സൈസ് ഓഫ് ദി ഡിസ്ക് റെഫേഴ്സ് ടു ദി ഡയമീറ്റർ ഓഫ് ഡിസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു 8 ഇഞ്ച് ഡിസ്ക് ഉണ്ട്, 5.25 ഇഞ്ച് ഡിസ്ക് ഉണ്ട്, 3.5 ഇഞ്ച് ഡിസ്ക് ഉണ്ട്. അതെല്ലാം ആ ഡിസ്കിന്റെ ഡയമീറ്റർ വെച്ചാണ് നമ്മൾ സൈസ് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോപ്പി ഡിസ്ക് വേർ 8 ഇഞ്ച്. ആദ്യം ഇറങ്ങിയത് 8 ഇഞ്ച് ഡിസ്ക് ആയിരുന്നു. ദി നെക്സ്റ്റ് സൈസ് വാസ് 5 and 1/4 ഇഞ്ച്. രണ്ടാമത്തെ സൈസ് 5.25 ഇഞ്ച് ആയിരുന്നു. തേർഡ് സൈസ് ഓഫ് ദി ഫ്ലോപ്പി ഡിസ്ക് വാസ് 3. ഏറ്റവും അവസാനം ഇറങ്ങിയത് 3.5 ഇഞ്ച് ഡിസ്ക് ആണ്. 3.5 ഇഞ്ച് ഡിസ്കിന് സ്റ്റോറേജ് കപ്പാസിറ്റി 1.44 MB. കണ്ട ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ 1.44 MB എന്നാണ് പറയുന്നത് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അല്ല. പക്ഷെ അക്കാലഘട്ടത്തിൽ അത് വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഫ്ലോപ്പി ശരിക്കും ആരും യൂസ് ചെയ്യുന്നില്ല. ഫ്ലോപ്പി ഔട്ട്ഡേറ്റ് ആയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഫ്ലോപ്പി ഡിസ്ക് വേർ ഓൾസോ യൂസ്ഡ് ആസ് ബാക്കപ്പ് ഡിസ്ക്. അത് അന്നത്തെ കാലത്ത് ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള
ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടും ഫ്ലോപ്പി ഡിസ്ക് യൂസ് ചെയ്യപ്പെടുമായിരുന്നു. ഡാറ്റ ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടും ഫ്ലോപ്പി ഡിസ്ക് യൂസ് ചെയ്യുമായിരുന്നു. All three types of disk are not used today. ഇപ്പൊ ഫ്ലോപ്പി ഡിസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ നോക്കിയ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറി, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.